നിരവധിയായ കാര്യങ്ങൾ സൂചിപ്പിക്കുകയുണ്ടായി. 2016 മുമ്പ് ഒരു ഗവൺമെൻറ് ഇവിടെ ഭരിച്ച് മുടിച്ച് ഇറങ്ങിപ്പോയ അവസ്ഥ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. നമുക്കെല്ലാവർക്കും അറിയാം, മൺമറഞ്ഞു പോയ ശ്രീമാൻ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന് ഭരിച്ചപ്പോൾ ഈ നാട് എങ്ങനെയാണ് കുളം തോണ്ടിയതെന്ന് നമുക്കറിയാം. നേർക്കാഴ്ചയായി നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന നേർക്കാഴ്ചയായി കണ്ടിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് നമുക്കുള്ളത്. നമ്മുടെ അച്ഛനമ്മമാർക്ക് കിട്ടിക്കൊണ്ടിരുന്ന പെൻഷൻ എത്ര രൂപയായിരുന്നു നമ്മുടെ അച്ഛനമ്മമാർക്ക് കിട്ടിക്കൊണ്ടിരുന്ന പെൻഷനെന്ന് ഇവിടെ കൂടിയിരിക്കുന്ന ആളുകൾക്കറിയാം. കാര്യം ഓരോ പ്രാവശ്യവും നമ്മൾ കുടുംബയോഗങ്ങളിലും മറ്റു കാര്യങ്ങളിലും ഒക്കെ തന്നെ നേരത്തെ മോനിയണ്ണനും അത്തരം കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ആ 600 രൂപ എന്ന് പറയുന്ന പെൻഷൻ 600 രൂപയിൽ 500 രൂപയായിരുന്നു. 600 രൂപ എന്ന രീതിയിൽ ഒരു 100 രൂപ കൂടെ അവർ വർദ്ധിപ്പിച്ചു. ആ 100 രൂപ വർദ്ധിപ്പിച്ചിട്ട് 18 മാസത്തെ പെൻഷൻ കുടിശ്ശിക ഇട്ടിട്ട് ഇറങ്ങിപ്പോയിട്ടുള്ള ഒരു UDFിൻ്റെ ഗവൺമെൻറ്റാണ് 2016 മുമ്പ് ഈ കേരളത്തിൽ ഉണ്ടായിരുന്നത്. അതുമാത്രമല്ല, ഒരു പെൻഷൻ കുടിശ്ശിക മാത്രം ഇട്ടിട്ട് പോയത് മാത്രമല്ല, ഈ റോഡുകളുടെ അവസ്ഥ എങ്ങനത്തെ അവസ്ഥയായിരുന്നു എന്ന് നമുക്കറിയാം. പൊട്ടിപ്പൊളിഞ്ഞു കിടന്ന റോഡുകൾ, നമ്മുടെ ആശുപത്രിയുടെ അവസ്ഥ, പൊട്ടിപ്പൊളിഞ്ഞു കിടന്ന ആശുപത്രി, അതോടൊപ്പം തന്നെ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അതും പൊട്ടിപ്പൊളിഞ്ഞ് ഇടിഞ്ഞ് വീഴാറായ ആശുപത്രികൾ, കുട്ടികൾക്ക് പഠിക്കാനിരിക്കുവാനുള്ള ബെഞ്ചും ഡെസ്കുമില്ലാത്തൊരവസ്ഥ, പാഠപുസ്തകമില്ലാത്തൊരവസ്ഥ, ഇതൊക്കെ സർവ്വസാധാരണമായി നമ്മൾ ഈ 2016 മുമ്പ് UDF ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ കണ്ടും കേട്ടിട്ടുമുള്ള ആളുകളാണ്. അന്നത്തെ ആശുപത്രിയുടെ അവസ്ഥ അതുമാത്രമായിരുന്നു. നമ്മുടെ പാവപ്പെട്ട ആളുകൾ ആ ആശുപത്രിയിൽ മരുന്നിന് ചെല്ലുമായിരുന്നു എന്നൊന്ന് ചിന്തിച്ച് നോക്കുക. മരുന്നിന് ചെന്നാൽ 2 പാരാസിറ്റമോൾ, ഗ്യാസിൻ്റെ ഇച്ചിരി റോസ് കളറിലെ മരുന്ന്, ഇതാണ് അവിടെ ഉണ്ടായിരുന്നത്. ബാക്കി വരുന്ന മരുന്നുകളെല്ലാം പുറത്ത് മെഡിക്കൽ സ്റ്റോറിലേക്ക് കുറിച്ചു കൊടുക്കുക. ഈ പാവപ്പെട്ട ആളുകൾ അവിടെ രാവിലെ മുതൽ കയറി ഇറങ്ങി ഇരുന്നിട്ട് എന്ത് ഫലം? ഒരു മരുന്നുമില്ല, ഒന്നുമില്ലാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടുപോകുന്ന ഒരാശുപത്രിയിൽ പിന്നെ ആളുകൾ ചെല്ലാതിരുന്ന സാഹചര്യത്തിൽ പിന്നെ പ്രൈവറ്റ് മേഖലയിലേക്ക് ആളുകൾ ചേക്കേറുന്ന ഒരവസ്ഥയാണ് ഉണ്ടായിക്കൊണ്ടിരുന്നത്. ആ സാഹചര്യത്തിലാണ് പ്രൈവറ്റ് ആശുപത്രികൾ ഏറ്റവും കൂടുതൽ കൂട് പോലെ മുളച്ച് വന്നിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കൊണ്ടിരുന്നത്. അതിൽ നിന്ന് ഈ 2016 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷമുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. ഇന്ന് നമ്മുടെ ആശുപത്രികളിൽ ചെന്നാൽ പ്രൈവറ്റ് മേഖലയെ വെല്ലുന്ന രീതിയിലുള്ള ആശുപത്രി സംവിധാനമാണ് ഇന്നുള്ളത്. എന്തിനേറെ ദൂരെ എങ്ങും പോകണ്ട, നമ്മുടെ കൺമുമ്പിലുള്ള ആശുപത്രി ജനറൽ ഹോസ്പിറ്റൽ ഈ കഴിഞ്ഞ 1 വർഷത്തിന് മുമ്പാണ് 117 കോടി രൂപ മുടക്കിയാണ് ആ ജനറൽ ആശുപത്രിയിലെ നമ്മുടെ ഗവൺമെൻറ് ഫണ്ട് ചെലവഴിച്ചത്. നമ്മുടെ സലാം MLA ആയിട്ടിരിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ 117 കോടി രൂപ ജനറൽ ആശുപത്രിക്ക് മുടക്കി. ഏറെ ബഹുമാന്യായ മുഖ്യമന്ത്രി തന്നെ ആ OP ബ്ലോക്കിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ഇന്ന് നമ്മൾ ചെല്ലുമ്പോൾ ആ ആശുപത്രിയിൽ ഇല്ലാത്ത ടെസ്റ്റുകളില്ല. ഏത് ടെസ്റ്റുകൾ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ഒരു OPയിലേക്ക് ഇന്ന് നമ്മൾ എത്തിച്ചെല്ലുമ്പോൾ, രാവിലെ OP ബ്ലോക്കിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ 2000-നടുത്ത് ആളുകളാണ് അവിടെ മരുന്ന് വാങ്ങുവാൻ ക്യൂ നിൽക്കുന്നത്. എന്താണ് ആ മാറ്റം? 2016 മുമ്പുള്ള UDFിൻ്റെ ഭരണമെടുത്ത് നോക്കൂ, 2016 ശേഷം വന്നിട്ടുള്ള ഈ 10 വർഷത്തെ കാലത്തെ ഭരണമെടുത്ത് നോക്കൂ. അവിടെ നമുക്ക് നമ്മുടെ കണ്ണുകൊണ്ട്